നിന്റെ തലയെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ കാണിക്കിങ്ങോട്ട്. മുറിവില്ല മുറിവ് കൂടി വെക്കണ്ടേ? ഇറങ്ങിപ്പോ. അതാ പോന്നു. പോ. എടാ ഞാൻ ഒഴിക്കുമ്പോ നീറില്ല. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും D4 ഡാന വ്ലോഗിലേക്ക് സ്വാഗതം. ഹായ് അച്ഛാ. ഹായ് മോളെ. അച്ഛൻ എന്താ മിഠായി വാങ്ങി തന്നില്ലല്ലോ അച്ഛാ. മിഠായി താ അച്ഛാ. മിഠായി ഒരാൾക്ക് ഇന്നലെ രാത്രി കൊടുത്തിട്ടിരിക്കുക. അതിന്റെ ബാക്കി നോക്കാൻ വേണ്ടി ഞാൻ പോകുന്നേ. അച്ഛന് കഴിവ് കൂടി കുട്ടികളുടെ കുരുത്തക്കേടൊക്കെ ചെയ്യുമ്പോ നമ്മൾ ശിക്ഷിക്കേണ്ടത് ഒരു അച്ഛന്റെ ഉത്തരവാദിത്തമല്ല. മൂത്ത ചേട്ടൻ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കാര്യം നിങ്ങക്ക് അറിയണ്ടേ? വേറെ ഒന്നും അല്ല, കഥയിലേക്ക് കിടക്കാം. നമ്മുടെ പൈകിളിക്ക് നല്ല 8ന്റെ അല്ല 16ന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അത് മോസ്റ്റ് പണിയാണ്. അതുകൊണ്ട് കൊച്ചിന് സ്കൂളിൽ പോലും പോയിട്ടില്ല. മമ്മേ നാളെ ഞാൻ സ്കൂളിൽ പോണോ അമ്മേ ഞാൻ പോട്ടെ അമ്മേ, എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കും, അയ്യോ സാർമാരെന്നെ വഴക്കറിയും. കൊച്ച് എന്താ സംഭവിച്ചത് അറിയണ്ടേ ഗൈസേ? ഇങ്ങനെ ആയതുകൊണ്ട് നമ്മള് വാസുചേട്ടൻ നമ്മളിപ്പോ അങ്ങനെ പേരിട്ടിട്ടുണ്ട്. നമ്മുടെ വാസുചേട്ടനാണ് ഗൈസ്. എന്താ വാസുചേട്ടാ? ഒരു കുഴപ്പമില്ലല്ലോ വാസുചേട്ടന്. എന്താ കല്ലെടുക്കൂടാ, തല പൊട്ടിക്കൂടാ. വാസുചേട്ടനും അച്ഛനും ഇവിടെ വന്ന് നിക്ക്. എന്താ സാറില്ലടാ, ഞാൻ കാരണം നിനക്ക് ലീവ് കിട്ടിയില്ലടാ. സമാധാനിക്ക്, എടുക്കണ്ട. അച്ഛനെ വെറുതെ വിടില്ലാന്ന്. ഇങ്ങനെ ഒരു ആളെ ലോകത്ത് കിട്ടുവോ? ഞാൻ കാരണം പങ്കെടുന്ന് ലീവ് കിട്ടിയില്ല. സ്കൂളിൽ മാത്രല്ല നാളെ മറ്റന്നാളും ഉണ്ട്. കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. എന്താ അറിയോ? മുമ്പത്തെ ഫോട്ടോ അത് നമ്മള് ഇൻക്ലൂഡ് ചെയ്യാട്ടോ. അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് ഗൈസ് നിങ്ങൾ കാണൂ. എന്താന്ന് പറയുന്നില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോളൂ. കണ്ടോ, ഇതാണ് മോസ്റ്റ് പ്രോബ്ലം. കാണ് അല്ലേ പങ്ക? അതല്ലേ മോസ്റ്റ് പ്രോബ്ലം. ഇതാണ് മോസ്റ്റ് പ്രോബ്ലം. അപ്പം ഈ ഒരു ആന മുറിവ് എങ്ങനെ ഈ കൊച്ചിന്റെ കാലിൽ വന്നെന്നറിയോ ഗൈസ്? എന്താ പിടിച്ചോ. അപ്പൊ എങ്ങനെയാണ് പൈങ്കിളിക്ക് കാലിൽ ഇത്രയും വലിയൊരു മുറിവുണ്ടായിരുന്നു ഗൈസ്? നിങ്ങൾക്ക് അറിയുവോ? ഒറ്റ ഉത്തരവാദി ഈ ഞാനാണ്. അല്ല, അങ്ങനെ മൊത്തത്തില് കുഞ്ഞാറ്റി കുറ്റം പറയാൻ പറ്റില്ല. എന്നെ കുറ്റം പറയാൻ പറ്റില്ല. പൈങ്കിളിക്ക് ശ്രദ്ധയില്ലാത്തോണ്ടാണ്. അതും പറയണ്ടേ? അതിന് കുറച്ചു മുമ്പ് ഞാൻ കൊച്ചിന് ഒരു കുഞ്ഞ എഴുതാനുണ്ടായിരുന്നു. അതിനൊക്കെ സഹായിച്ചു. നിനക്ക് പറയട്ടെ. എന്നിട്ട് മമ്മേന്റെ അടുത്ത് അടുക്കളയിൽ പോയിട്ട് പറയാ, മമ്മേ ഞാൻ നിന്നാ മമ്മ എഴുതിയത്, എനിക്ക് വെരിക്കോസ് വെയിൻ വരുമോ അമ്മ, എനിക്ക് വെരിക്കോസ് വെയിൻ വരുമോ അമ്മ. അവിടെ എല്ലാം ഉണ്ട്. കൊച്ചിന് ഇരുന്ന് എഴുതാം. എന്നിട്ട് അതിന് തൊട്ട് മുമ്പ് പോയിട്ട് മമ്മേനോട് കൊച്ച് അഹങ്കാര വർത്താനം പറഞ്ഞു. അതിനുള്ള ദൈവം കണ്ടറിഞ്ഞതാ അതിലപ്പുറമുള്ള കൊച്ചിന്റെ കാലിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ? ഇപ്പൊ ശരിക്കും വെരിക്കോസ് വെയിൻ വന്നില്ലേ? അതാണ്. അത് പറഞ്ഞാലുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞൊരാള് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് ഓർത്തിട്ട് പറഞ്ഞ വെരിക്കോസ് വെയിൻ വരുന്നത് കുഞ്ഞാച്ചിയാണ് ഗൈസ്. എല്ലാത്തിനും പറഞ്ഞത് എടാ നിന്ന് എഴുതിക്കോ, നിനക്ക് വെരിക്കോസ് വെയിൻ. ആ വടിയെടുത്തേ ഞാൻ ആ കാലിലോട്ട് എന്താ അറിയാ ഗൈസ്? പൈങ്കിളി ഒരേ നിന്ന് തന്നെ എഴുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞേടാ നീ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുത്, കൈക്കൊക്കെ റെസ്റ്റ് കൊടുക്ക്, അല്ലെങ്കിൽ നിനക്ക് വെരിക്കോസ് വെയിൻ ഒക്കെ വരൂട്ടോ എന്ന് പറഞ്ഞ് വെറുതെ പേടിപ്പിച്ചാണ്. കൊച്ചിനോട് ഇരുന്ന് എഴുതത്തില്ല. കൊച്ചു എപ്പോഴേക്കും വെരിക്കോസ് വെയിനോ അയ്യോ പിന്നെ കൊച്ചിന് എന്ത് ചെയ്തു, പിന്നെ എഴുതി പിന്നെയും പോയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇതാക്കുന്ന മമ്മേനെ എടുത്തോട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ വരും അമ്മ, ഞാൻ എഴുതി മടുത്തു എന്ന് അമ്മയോട് പോയിട്ട് പറയാം. എന്താ പറയണ്ടേ ഇപ്പൊ തന്നെയൊക്കെ. അപ്പൊ ദൈവം കണ്ടറിഞ്ഞ് വെരിക്കോസ് വെയിൻ അങ്ങനെ കൊടുത്തു. പക്ഷെ ഇത് മോസ്റ്റ് ആയിപ്പോയി. ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടായത്. എന്നിട്ട് ഞാൻ കഥ പറയാം. ഞാൻ ഇന്നലെ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. കിടന്നുറങ്ങാൻ വേണ്ടി ഇന്നലെ മോസ്റ്റ് തലവേദന. എന്റെ തലയിൽ ഗായ്സ് ഒരാള് ചുറ്റിക വെച്ച് 2 കയ്യിൽ ചുറ്റിക അട്ട് നെറുകന്നല ടിങ് ടങ് രണ്ടിടിയാ തലക്കിട്ട്. തലക്കിട്ട് എന്നിട്ട് എനിക്ക് തല ഇങ്ങനെ
പൊട്ടിപ്പൊളിക്കുന്ന വേണ്ടിട്ട് ഇന്നലത്തെ ദിവസം മുഴുവൻ നമ്മള് അക്ഷയിലായിരുന്നു പൈങ്കിളിക്ക് സ്കൂളിന്റെ കാര്യത്തിൽ അക്ഷയ പോയി കിടക്കുമായിരുന്നു. എന്റെ അക്ഷയ പോയത് ഞാൻ റീൽസ് ഷോർട്സ് ഇട്ടിട്ടില്ല, പക്ഷെ ബത്തേരി പോയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് അതിന്റെ വായിൽ വരാൻ കൊടുക്കുക എന്റെ കാഴ്ച മോളിൽ കൂടി വണ്ടി ഹോൺ അടിച്ചത്. പിന്നെ ഇവൻ കിടന്നിട്ട് ഇങ്ങനെ എന്നിട്ട് മോസ്റ്റ് ആയിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോയി. എനിക്ക് തലവേദന ഞാൻ പോയിട്ടോ. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞ പാടെ പൈങ്കിളി വാസു സ്റ്റൂൾ എടുത്തോണ്ട് വാ. അടുത്ത കാലിൽ ഞാൻ പണിയാറുണ്ടായി കൊച്ചു അടങ്ങി നിന്നേ. ഓക്കെ അങ്ങനെ കൊച്ചന്മാർ ഇച്ചിരി ബാക്കിലേക്ക് നീ നിൽക്ക്. അമ്മ എടുക്കട്ടെ. ഞാനും ഒരു അച്ഛനാണ്. ഞാനും മുണ്ടാടിട്ട് ഇനി നടുപൊടിക്കാനാണ് നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, അടുക്കളയിൽ എന്റെ സോക്സ് ഉണ്ടായിരുന്നു. ഈ കൊച്ചിനോട് ഞാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. മമ്മയോട് എടുത്തരാൻ ഞാൻ മമ്മയോടാ പറഞ്ഞേ. അപ്പൊ ഈ പൈങ്കിളി മമ്മനെ തട്ടി മാറ്റി പങ്കൻ ആവേശഭരിതയായി സോക്സ് എടുത്തോണ്ട് വന്നിട്ടോ. കാണിച്ചു കൊടുക്ക എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വരുവാണേ. ഈ നടുക്ക് വാതിലുണ്ട് കേട്ടോ. ഇവിടെ വാതിലുണ്ടേ, നമ്മുടെ അടുക്കള വശത്ത് ഒരു വാതിലുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഈ ടിൻ ഷീറ്റിന്റെ പോലത്തെ വാതിലാണ്. അപ്പൊ അത് കട്ടിയുള്ള ഷീറ്റിന്റെ വാതിലാണ്. അപ്പൊ അതിന്റെ എഡ്ജുകളൊക്കെ വളരെ ഷാർപ്പാണ്, വളരെ ഷാർപ്പാണ്. അത് നമ്മൾ അതിലെ കൂടി പോകുമ്പോ ഭയങ്കര ഇടവഴി പോലത്തെ വഴി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലെ അധികം പോവാറില്ല. മഴ പെയ്യുമ്പോഴാണ് അതിൽ പോകാറുള്ളത്. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ സാധാരണ പിടിച്ചു വെക്കാറുള്ളത്. ഡ്രസ്സ് ഫുൾ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് അതിങ്ങനെ പിടിച്ചു വാതിലിട്ടോ. ഡ്രസ്സ് പിടിച്ചു വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫുൾ ഡ്രസ് ആയതുകൊണ്ട് തന്നെ മേത്തൊന്നും കുറയൂല. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് വേണം പോവാൻ. അപ്പം ഞാൻ കട്ടിലിന്റെ പൊക്കത്ത് നമ്മുടെ ശ്രദ്ധ വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് തരാൻ പറയാണ് കേട്ടോ. അപ്പൊ വാതിൽ ഗായ്സ്. അപ്പൊ നമ്മള് ഞാൻ നിക്കുവാണ് ഈ കട്ടിലിന്റെ പൊക്കത്ത് കയറി നിൽക്കുന്നുണ്ട്. വാതിൽ ഇതാണെന്ന് പറഞ്ഞു. ഇത് തുറന്നിട്ട് അങ്ങോട്ട് സോക്സ് തരാൻ പറ്റും. കയ്യില് വാതിലുണ്ട്. വാതിൽ ഇങ്ങനെ തുറന്ന് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ചെടി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ സോക്സ് ചേച്ചി കൊണ്ട് കൊടുക്കട്ടോ. ഇടിക്കും. ഞാൻ കൊടുത്തോട്ടോ. അപ്പത്തേ കുഞ്ഞാച്ചി സോക്സിന്റെ മുഖത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ എന്റെ കാലിങ്ങനെ കേട്ടോ. ഈ കാലിങ്ങനെ അപ്പൊ ഇങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങനെ വലിച്ചിട്ട് അപ്പൊ പൈങ്കിളി പോയി നീ പോയി ലൈറ്റ് ഇട്ടിട്ടില്ല നീ പോയേ. ഞാൻ കാണിക്കേ ആ പങ്കം പോയോ വാതിൽ. അപ്പോഴത്തേക്ക് എന്താക്കി ഇവിടെ വാതിൽ വരുവാണേ. വാതിലല്ലേ വാതിൽ കാണിച്ചു കൊടുക്ക്. ഇതാണേ വാതിലടഞ്ഞില്ലേ. ഞാൻ ഇങ്ങനെ ഇരുന്നു. അടുക്കളയിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് പറയുന്നത് അയ്യോന്ന്. ഞാൻ സോക്സ് ഒക്കെ ഇട്ടോണ്ടിരിക്കട്ടോ. കിടക്കാൻ പോയാ എവിടെന്ന് വെച്ചാ എന്താ വെച്ചാ ഞാനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പറയുന്ന കേൾക്കുവാണേ. പറയ് ബാക്കി നീ പറയണം. അമ്മേന്റെ കാല് തോന്നേ. അപ്പൊ ഭയങ്കര ഒരു ഇരുത്താണ് ഇരിക്കുന്നത് അവിടെ. അപ്പൊ ഞാൻ സോക്സ് ഇട്ടോണ്ടിരിക്കും. അപ്പൊ അടുത്ത കാല് മുറിഞ്ഞു. ഇപ്പൊ പോയ കൊച്ചല്ലേ ഇതെന്താ സംഭവിച്ചേ. വാതിലിന്റെ ഇന്നൊരു ഒച്ചയും കേട്ടു. സാധാരണ വാതിലിന് നമ്മൾ അടച്ചിട്ട് പോകുമ്പോ ടിം എന്നുള്ള ഒച്ച കേൾക്കുന്നതാ. ഈ നിങ്ങൾക്കറിയില്ല അതിന്റെ വാതിലിന് ഭയങ്കര ടൈപ്പ് സൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അടുത്തത് എന്താ മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ കാല് മുറിഞ്ഞെന്ന് പറഞ്ഞു. കാല് മുറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ട് മമ്മ വന്ന് നോക്കിയിട്ട് പറയാ കൊച്ചിന്റെ കാല് മുറിഞ്ഞു. കാരണം എന്തിനാ ചിരിക്കുവാ. ഞാനും അതെ. ഞാൻ എന്റെ കാഴ്ച ഞാൻ പറയട്ടെ. ഇങ്ങനത്തെ ഒരു സാധനം അത് ഇങ്ങനെ പോയി നോക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇറച്ചി വെക്കുക. ഇറച്ചി ഒരു കഷ്ണം ഇറച്ചി തെറിച്ച് നിന്നിട്ട് ഉള്ളിലത്തെ ആഴത്തിലേക്ക് നല്ല മുറിവുണ്ട്. ഉള്ളിൽ നിന്ന് ചോര. അതും ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ അതാണ് ചോര. ഓപ്പോസിറ്റീവ് ബ്ലഡ് ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. ഓപ്പോസിറ്റീവ് ബ്ലഡ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഞാനങ്ങനെ ചോര
ബ്രിക്ക് കളറുള്ള ചോര. ഞാൻ അങ്ങനത്തെ ചോര കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൈക്കിളിൽ നിന്ന് തെറിച്ച് വീണിട്ട് എന്റെ മുട്ട് പൊട്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ കട്ടച്ചോര കണ്ടിട്ടുള്ളത്. ഇവിടെ കഥ ഇവിടെ ചിലരൊക്കെ ഇതിൽ രാത്രി അഭിനയം നടത്തിയത് പറഞ്ഞു അങ്ങോട്ട് നിക്ക. എന്റെ കാഴ്ച അമ്മ കടന്ന് കരഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കാഴ്ച അമ്മേ എന്റെ ഭാഗത്ത് തെറ്റാണോ അമ്മ? അത് എന്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ. അങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ. പൈങ്കിളി പോയി എന്നോർത്ത് കുഞ്ഞാറ്റി വാതിലടിച്ചു. വാതില് വെച്ച് വരുന്നവിടെ വരെ പങ്ങം കാല് വെച്ചുകൊണ്ടിരുന്നു. ബിഗ് മോസ്റ്റ് ആയിപ്പോയി ഗൈസ്. പങ്ങ പോലും വാതിലടഞ്ഞ് ഞാൻ തിരിയലും ഒരുമിച്ച്. നിന്റെ ഒക്കെ കാലാടാ നീട്ടിയാണോ വെക്കാൻ പറഞ്ഞത്? തൊട്ടിക്കാലുള്ള പേര് എനിക്കാ. നീ പെട്ടെന്ന് വാലടച്ചെന്തിനാ? അതന്നെ ഇപ്പൊ വാതിൽ വാലടച്ച. നീ എന്തിനാ അപ്പൊ ഓടിയത്? കാലാരാ അവിടെ ഇട്ടിട്ടോടാ പറഞ്ഞത്? കാലാരാ അവിടെ ഇട്ടിട്ടോടാ പറഞ്ഞത്? ഓടിക്കോ. കാലെന്തിനാ അവിടെ ഇട്ടിട്ടോടാ? അല്ലെങ്കിൽ എന്നോട് പറയും കുഞ്ഞാറ്റേ വാതിലടക്കുന്ന എന്നും രാത്രിക്ക് അമ്മച്ചിയും അമ്മ എനിക്ക് സ്വയം തരില്ല. വാലടക്കി കുറ്റിയിടുന്ന എനിക്ക് നിങ്ങൾ സ്വയം തരാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്താലും സത്യം ചെയ്യുന്നവരുടെ ഭാഗത്ത് തെറ്റില്ലേ? സഹിച്ചോടാ കാല. ഇപ്പൊ അങ്ങനെയാണ് കണ്ടോ ന്യായം. കമത്തും തലേ വാതിനെ പറിക്കൂടാ. ചുണ്ടിലാ നിങ്ങളാ. ബാക്കിലേക്ക് നിക്കോ. നിങ്ങൾ എന്തിനാ ക്യാമറ തിന്നാത്? പാവല്ലേ ക്യാമറമാൻ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വീഴുന്നതാണ് പറയുന്നത്. സോക്സ് നിന്റെ തല ഞാൻ ഇടില്ലായിരുന്നു. അത് സഹിച്ചിട്ട് ഞാൻ തിന്നില്ലല്ലോ. നീങ്ങി നിക്ക്. എന്നിട്ട് പിടിക്കും ഞാൻ. എന്നിട്ടുണ്ട് മമ്മ കായ്സേ മമ്മ കിടന്ന് കാറിലും കൂലല്ലേ. പങ്ങന്റെ കാലിൽ അപ്പോഴാണ് ഞാൻ വന്ന് മുറിവ് കാണുന്നത്. ഈ പയങ്കര ഇരുന്ന് ചിരിക്കുവാ. അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തട്ടുമ്പോ നമുക്ക് വേദന എടുക്കില്ല ഗൈസ്. ഈ കൊച്ചു കുത്തിയിരിക്കുമ്പോ ചോര വന്നിട്ടുണ്ടായിരുന്നില്ല. പൈകളി നിന്ന പാടെ എന്താക്കി ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ചോര പൈകളി നീ എന്തിനാ കഴിഞ്ഞിട്ട് അതിൽ ചോര എത്രയും ചോര കുറേ ചോര പോയി. ഇവരാണ് ഗൈസ് പറഞ്ഞത് മുറുകൂടി വെക്കണം എണീപ്പിച്ചത്. ഞാനാണോ? അമ്മയല്ലേ പറഞ്ഞത്? ആ എന്നിട്ട് ഇനി മുറിവ് വന്നാൽ അങ്ങനെ എഴുന്നേക്കല്ലേ ഗൈസ്. മുറിവ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പരമാവധി നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. സമ്മതിച്ചു. നിങ്ങൾ എന്തിനാ ഈ മുമ്പിലേക്ക് എങ്ങനെ നിങ്ങൾ കോളേരിപ്പോയി നിക്ക് സംസാരിക്ക്. എന്നിട്ട് ഗൈസ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഇവര് വരുന്നത്. പറയേ പൈങ്കിളിന്റെ അല്ല നമുക്ക് എന്ത് മുറിവ് വന്നാലും നമ്മളത് പരമാവധി അട്ട കടിച്ചാലൊക്കെ അതെ. അതൊക്കെ അട്ട കടിച്ചാലൊക്കെ ചോര നിക്കൂല. നമ്മള് മുറിവ് നമ്മള് പ്രസ് കൊല്ല. ഞാൻ നോക്കുമ്പോ എന്തിനാ മുമ്പിലേക്ക് വരുന്നത്? ഞാൻ നോക്കുമ്പോണ്ട് അമ്മ ഇരുന്ന് കാർന്നു. കുഞ്ഞാച്ചി എന്റെ പുറകെ നിന്നിട്ട് വായും പൊത്തി ചിരിക്കുവാ. പാവാറ്റ വെക്കുമ്പോ അങ്ങനെ ചിരിക്കും. ഇവരുടെ മോൻ കണ്ട എനിക്ക് ചിരി വരില്ലേ? എനിക്ക് ചിരിയും കളിച്ചും എല്ലാം വന്ന് എനിക്ക് എന്താ ചെയ്യാന്? മമ്മ കരയുന്നുണ്ടോ ഗൈസ്? എനിക്ക് ചിരി വന്നത് നിങ്ങളത് കാണണ്ടായിരുന്നു. പെര കത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം. അമ്മച്ചി അവിടെ കിടന്ന് വഴക്കും. എന്നിട്ടുണ്ട് ഗൈസ് ഒന്നും നോക്കിയില്ല. ഞാൻ ഓടി മഴയത്ത് സോക്സ് ഒക്കെ ഉണ്ട്. സോക്സ് അല്ല എന്റെ പുതിയ ഹവായി. എന്റെ ഹവായി ഗൈസ് അറിയാലോ. ഒരിക്കലും ഹവായി ഞാനൊരു നരൻ. എടാ നിങ്ങള് ചെളി. എടാ എന്തിനാടാ ഇവിടെ നിക്കുന്നത്? നിങ്ങൾ ചവിട്ടിയാണ് ഇവിടെ കളായത്. അങ്ങോട്ട് നീങ്ങി. അത് അവിടെ പോയി നിക്ക്. അങ്ങോട്ട് നിക്കണം. ഞാനാണ് വാസു അച്ഛൻ. അച്ഛന്റെ പുതിയ ഷോർട്സ് എന്റെ ഷോർട്സ് പുതിയ സ്റ്റൈലാട്ടോ. ഏത് കള്ള് ഷാപ്പിൽ നിന്നാണോ? കൈ പിടിക്കും മൊട്ട. സോറി. അങ്ങനെ എന്ത് മഴയോ ഭയങ്കര മഴയും പെയ്തോണ്ടിരിക്കുക. ആ മഴയത്ത് ഞാൻ ഓടിച്ചെന്ന് പറമ്പിന്ന് മുറുകൂടി വേഗം പറിച്ചുകൊണ്ട് വന്നു. ഞാൻ കാണുന്ന കാഴ്ച എന്നാന്നേ, കൊച്ചിന്റെ കാലിന്ന് ചോര ഇതേ ഒഴുകിയിട്ട് രക്ഷയുണ്ടോ എന്റെ ദൈവമേ. ചോര അങ്ങനെയാണ്, ഭയങ്കര ചോരയാണ്. മുമ്പില് ചെരുപ്പില് ചോര ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ ആയി. ജാമായിരുന്നോ? എന്നിട്ട് ചോര എന്നിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ കട്ടയായിട്ട് അധികം ചോരകൾ തന്നെ ഒരു വലയുണ്ടാക്കൂലോ. എടാ ഇതിനൊക്കെ കൂടി ഒരുമിച്ച് തന്നെ ഞാൻ സൂക്ഷിച്ച് കളിച്ചോ. എടാ നാരങ്ങ വെള്ളം വെറുതെ ഷവറാക്കണ്ടെങ്കിൽ മാറി നിൽക്കും. നാരങ്ങ
മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ കാല് മുറിഞ്ഞേന്ന്? എന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ പറയുന്നേ? പിന്നെ കൊച്ചു വേണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആര് കേൾക്കാൻ പിടിച്ചു വെച്ച് കൊച്ചിന്റെ കോലിലേക്ക് മുറുകൂടി ആ മുറുകൂടിക്ക് ഒരു വലിയ ഉപയോഗപ്പെടുക്കുന്ന ആടിക്കപ്പോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ മുറുകൂടി ഒഴിച്ചാൽ കഴിഞ്ഞാല് നീറില്ല. ഇന്നലെ നീറും ഒഴിക്കണ്ടല്ലോ. അത് ചോരന്റെ ഉള്ളിലേക്ക് മുറുകൂടിക്ക് പോകാൻ പറ്റുന്നില്ല. ചോര അവിടെ വലുതായിട്ട് ബ്ലഡ് വേഗം സ്റ്റോപ്പായി. നമ്മുടെ മുറുകൂടി നീര് വീണപ്പോ മുറുകൂടിന്റെ നീര് വന്നപ്പോഴേക്കും കൊച്ചിന്റെ ബ്ലഡ് വേഗം സ്റ്റോപ്പായി. പിന്നെ അതിന്റെ എല്ലാം കൂടി വെച്ചിട്ട് അമ്മ വേഗം തുണി തുണി എടുത്തോണ്ടല്ലേ തുണി എടുത്തോണ്ട് വന്നിട്ട് വേഗം മുറു കെട്ടിയിട്ട് കൊച്ചു പിന്നെ ഇത് നടപ്പല്ലേ. എന്തിനാ ഈ ചെളി എന്റെ ഹാർട്ട് ബീറ്റ് കാലിലായിരുന്നു, കാലിലേക്ക് മാറി. അതുപോലെ കാര്യം എന്റെ കാലില് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സീനായിരുന്നു. ഉറങ്ങിയത് എങ്ങനെയാ ഹൃദയം അങ്ങോട്ട് മാറിയെന്ന് കിട്ടിയ നടക്ക്. പക്ഷെ പുറകോട്ട് നടക്കുവാനുള്ള മുമ്പിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ കൊച്ചു കിടന്നത് എന്നും എന്റെ അടുത്താ കിടക്കുന്നേ. ഇന്നലെ മാത്രം പറഞ്ഞു. അല്ലെ സാധാരണ കാഴ്ച എന്റെ അടുത്ത് വന്ന് ഒറ്റ കിടക്കല എന്നെയും കൂടി അപ്പുറത്തേക്ക് ഉരുട്ടിയിടും. അപ്പൊ ഞാൻ പറയും എടാ കാലമാടാ നീ എന്തിനാടാ എന്റെ അടുത്ത് കിടക്കുന്നത്, നിനക്ക് അങ്ങ് അപ്പുറത്തെങ്ങനെ പോയി കിടന്നൂടെ ചോദിക്കും. സത്യായി എന്റെ അടുത്ത് നിന്നപ്പോ അങ്ങനെ കിടന്നില്ല. സന്തോഷായി. അമ്മ എന്റെ അടുത്ത് കിടന്നു. പൈങ്കിളിന്റെ കാല് അനക്കാൻ വയ്യ. രാവിലെ ആയപ്പോ എങ്ങനെയല്ല ഈ സാധനം എന്റെ അടുത്ത്. അപ്പോളിങ്ങനെ സമാധാനം കിട്ടൂല്ലോ എന്ന് ഓർത്തപ്പോണ്ട് അടുത്ത് രാവിലെ ഇല്ല ഒരിക്കലും തരില്ല. രാവിലെ എഴുതിട്ട് പോകുന്നിടത്ത് കൊച്ചു ഉറക്കത്തിന് അത് ചവിട്ടരുന്ന് പറയണമെന്നുണ്ട്. എടാ നിങ്ങൾ എന്തിനാണ് മുണ്ട ചെടിയിലാക്കുന്നത്? ഈ കാലതോട്ടിക്കാലിലുണ്ടല്ലോ ഒന്ന് ശിവായ വരുമ്പോ എവിടെയാണോ കിട്ടുന്നത് അവിടെ കയറി ചവിട്ടും. ഈ എന്താക്കി അറിയോ എന്റെ കാലില് കൊണ്ടെന്റെ കായ്സേ എന്നാ പിന്നെ ഒന്ന് ഓർക്കണ്ടേ ഞാനൊരു ഞൊണ്ടനാണ്. എടാ വികലാംഗ എപ്പോഴാണ് കാലമാണ് നിന്റെ കാല് ഞാൻ കാല് മറ്റേ പുതപ്പ് കുന്നുപോലെ കിടക്കുക. അതായത് ഏതാ നിന്റെ കാല് നിറച്ച് കുന്നാക്കിട്ട് ഇവിടെ ചോട് പറയാ അവിടെ കാലത് പിന്നെ ഞാൻ എന്താ സ്ട്രച്ച് ഇല്ല പറഞ്ഞാ മതി. കൊതുപോലെല്ലാം കൂടി തലയിലേക്ക് പൊട്ടി വീഴുന്ന പിന്നെ ഒന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. രാവിലെ നീ എന്നിട്ട് വേറെ കാട്ടിൽ പോയി കിടക്കണായിരുന്നു. അനന്തശൈലം പോലെ കിടക്കൂ ചെയ്യും. മനുഷ്യന് പോകാനും പറ്റില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആണോ? വടി വേണം. മുത്തശ്ശനാ കേക്ക്. അങ്ങനെ എന്താ പറയാ പൈങ്കിളിന്റെ കയ്യിലിരിപ്പ് കാരണം പങ്ങനെ നല്ല ഇതെന്താ ചെളി വെള്ളം ഇവിടെ അയ്യോ മുഴുവൻ നിങ്ങൾ നീ എന്താ കാണിക്കുന്നേ? ആ അങ്ങനെ എവിടേക്കോ വീഡിയോ എടുത്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ പൈങ്കിളിന്റെ കാല് ഇന്ന് രണ്ടാം ദിവസം ഒരു ദിവസം ആയിട്ടില്ല. ഇന്ന് നൈറ്റ് നമ്മളെ വണ്ടേ ആവുള്ളൂ. പൈങ്കിളിന്റെ കാല് നമ്മളൊന്നും കൂടി മര്യാദക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പോകാം. സത്യം പറഞ്ഞാൽ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല. പിടിച്ചേ കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിലെ കാറ്റും കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ചേർന്നാലാണ് ആ മുറിവ് ഉണങ്ങുള്ളൂ. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴുക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പങ്ങന്റെ എന്താ ഉറുമ്പിനെ എടുക്കുന്ന അങ്ങനെ പിടിച്ചു ഉറുമ്പ് വെള്ളമായിട്ട്. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈങ്കിളിന്റെ മുറിവ് നമ്മൾ ഒന്നും കൂടി മര്യാദയ്ക്കൊന്ന് കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക്
നമുക്ക് പൈങ്കിളിനെ മുറിവ് ശരിയാക്കി കെട്ടിക്കൊടുക്കാം അല്ലെ. നമുക്ക് മുറുകൂടിയൊക്കെ പറിച്ച് ഇപ്പൊ അവര് ഓർക്കുന്നുണ്ടാവും, എനിക്കറിയാം. എടാ ഞാൻ കാരണം നിനക്ക് ലീവ് കിട്ടില്ല. അല്ല, എന്റെ കയ്യില് മുറിയായിരുന്നു. ഞാൻ പരീക്ഷയും കൂടി അല്ലേടാ, എളുപ്പമായില്ലേ? എനിക്കറിയാമായിരുന്നല്ല. പക്ഷെ ഈ കൊച്ചിന്റെ കാര്യമുണ്ട്, സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടം ഇതിന്. ഇത് ഓരോ ദിവസം ഞാനൊക്കെയാണ് എങ്ങനെയും ലീവ് എടുക്കാൻ നോക്കുള്ളൂ. പകം പറയില്ല നാളെ പോണോ, നാളെ മഴയല്ലേ, ഇതേ കാറ്റാണ്. പക്ഷെ പകം പറയില്ല സ്കൂളിൽ പോണം. ഫ്രണ്ട്സൊക്കെ എന്നെ മിസ് ചെയ്യൊക്കെ ചെയ്യും. ഭയങ്കര ഫാൻസ് ഉള്ള ആളാ എന്റെ ഗൈസ്, വലിയ ആളാന്നാ വിചാരം. ക്ലാസ്സും നിങ്ങളെ പോലെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്റെ ടീച്ചേഴ്സും എന്റെ ഫ്രണ്ട്സും നിങ്ങളെ പോലെ ഒന്നുമല്ല. അവരൊക്കെ സ്നേഹമുള്ളത്. എന്റെ ദൈവം സ്നേഹമുള്ളവരാണ്. കൊച്ചിന് പുതിയ സ്കൂളും ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ആയപ്പോ നമ്മളൊന്നും വേണ്ട. നാളെ പൊക്കോ വാസിച്ചേട്ടാ, വാതിലടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുമെന്ന് പോവാറ്റെ. കൊള്ളാട്ടോ ഇപ്പത്തെ ലോകത്തിന്റെ മാറ്റം. കൊള്ളാലോ ആടാ. ഇനി നീ ഉടായ്പ എടുത്തോണ്ടല്ലോ വായിൽ ഞാൻ പശു ഒട്ടിക്കും. എടാ എന്തിനാടാ കസേര ഇടാത്ത, കസേര ഇട്ട പോലെ ഇരിക്കുന്നേ. ഓക്കെ ഗായ്സ്, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മുറുകൂടി നമുക്ക് ഇതിന്റെ കാല് കെട്ടി കൊടുക്കാം. എന്നാവാ വരും ഇപ്പൊ വന്നാല് നമുക്ക് പോയിട്ട് മുറുകൂടി വരയ്ക്കാം. ആണ് അതെ ഗായ്സ് വരും നമ്മുടെ അയ്യോ മോസ്റ്റാണോ? അയ്യോ ഈ ആർച്ചെല്ലാം കെട്ടാനായിട്ടുണ്ട്. താമര നട്ടിട്ട് കുളത്തിന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര ഗതിയാ. നമുക്ക് താമര വിട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പുതിയൊരു കുളം നമുക്ക് ഉണ്ടാക്കാം. ആ സൈഡിലായിട്ട് ഉണ്ടാക്കാം. അവിടെ സൺലൈറ്റ് കിട്ടുള്ളൂ. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, മൊത്തം ചോല ആയതുകൊണ്ട് തന്നെ സീനാണ് അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ മുറുകൂടി എന്ന് പറയുന്നത് നമ്മൾ പറിക്കാൻ വന്നതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മുറുകൂടി പറിച്ചാലോ? നമ്മുടെ മുറുകൂടി പറയുന്നത് ഇതാണ് നമ്മുടെ ആള്. ആര്? മുറിവിന്റെ ആശാൻ എന്ന് പറയുന്നത്. എത്ര തൊഴുതാലും നമുക്ക് മതിയായില്ല. കാരണം എത്ര വലിയ മുറിവും ഒറ്റയടിക്ക് ഉണക്കുന്ന മുറുകൂടിയാണ്. മോസ്റ്റ് അത്ഭുത മരുന്നാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും ഞെട്ടിച്ചിട്ടുള്ളൊരു മരുന്നാണ്. നമ്മൾ ഓർക്കും ഇല്ലാന്ന്. ഇത് ഒരു 3 ദിവസം നമ്മൾ എത്ര വലിയ മുറിവിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് നമ്മൾ പിഴിഞ്ഞ് കെട്ടി വെച്ചാല് ആ മുറിവ് ഉറപ്പായിട്ടും അവിടെ നിന്ന് ഉണങ്ങി കരിഞ്ഞില്ലാതായി പോകുന്നതാണ്. അത്രയും ഉപയോഗമുള്ള ഒരു മരുന്നാണ് കേട്ടോ ഇത്. ഇത് എവിടുന്ന് നമുക്ക് കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതിന് ഒരു ടൈപ്പ് വെള്ള ഒരു പൂവും ഉണ്ടാവും. ഇത് ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നതാ, എല്ലാം ചീത്തയായി പോയിട്ട് വംശനാശം വന്ന പോലെ ആയിപ്പോയി. അവിടെ ഒരു പീസ് ഉണ്ട്. ഞാൻ രാത്രിക്ക് ഇത് അവിടെയാ പോയി പറിച്ചത് രാത്രിക്ക്. എനിക്ക് ആ സമയത്ത് പിന്നെ എനിക്ക് 2-3 സ്ഥലത്ത് തലക്ക് ഇതില്ലാതെ ആയിപ്പോട്ടെ, എവിടുന്നാ പറിക്കണ സ്ഥിരത ഇല്ലാതെ ആയിപ്പോയിട്ട് ഞാൻ കിടന്നിട്ട് ബ്ലഡ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പ്യാഡീസ് ഒന്നുമില്ല. പേടിയല്ല ഗൈസ്, പെട്ടെന്ന് പങ്ങന്റെ ഫേസും അമ്മന്റെ കരച്ചിലും എല്ലാം കൂടെ മുറിവിന് വെള്ള കളറുന്നേ. ഞാനോർത്ത് എല്ലാണോ ഉണ്ടെന്നൊരു ഓർത്തു. ഞെട്ടിപ്പോയി കേട്ടോ. അത് കണ്ടിട്ട് പിന്നെ നമ്മളും കൂടി ടെൻഷനായെന്നറിയോ. അവിടെ ഇരിക്കുന്ന ആളായാലും ടെൻഷൻ, അതിലപ്പുറം ടെൻഷൻ വരാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യണം. അല്ലാതെ അയ്യോ ടെൻഷൻ അടിച്ചിട്ട് ഇതാവരുത്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താക്കാം, നമ്മളതിലപ്പുറം ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. എങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാതെ ധൈര്യശാലിയാവുക. അങ്ങനെ ധൈര്യശാലിയായി ഞാൻ ഏതൊക്കെ കാട്ടിൽ പോയി കുറച്ച് മുറുകൂടിയൊക്കെ പറിച്ചുകൊണ്ടൊന്ന് വെച്ച് കെട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ആള്. ഇതാ നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ടോട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എവിടെ നിന്നായാലും ഒപ്പിച്ച് നിങ്ങൾ വളർത്തേണ്ടത് വെരി അത്യാവശ്യം. ഇതുണ്ടോ ഇതിന്റെ ബാക്ക് സൈഡ് ഈ കളറാണ്. കണ്ടോ എന്ത് രസം നോക്ക്. നല്ല ഇതിനെന്ത് ഇപ്പൊ ഈ കളറിന്റെ ഒരു വയലറ്റ് കളർ അല്ലേ? വയലറ്റ് കളർ കണ്ടോ. ഇതാണ്. ഇതിന് ഒരു ടൈപ്പ് സ്മെല്ലും ഉണ്ട്. അപ്പം ഇത് ആകെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇത്ര ഒരു ചോട ഉള്ളു അവിടെ. ആ മുരിക്കിന്റെ എടുത്ത് കളയിടാ പാത്രത്തിൽ നിന്ന്. എന്റെ കയ്യിൽ മുള്ളു കൊള്ളിച്ചേ അടങ്ങുള്ളൂന്നാ. ഇതുണ്ടോ മുരിക്ക് ഇവിടെ അടുത്ത് നിപ്പുണ്ട്. ഇച്ചിരി അപകടം പിടിച്ചതാണ്. അപ്പം ഇത് കണ്ടോ, ഈ മുറുകൂടിയില്ലേ, ഇതാണ് നമ്മൾ ഇനി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന് വൈറ്റ് ഫ്ലവേഴ്സ്, കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാവും വൈറ്റ് കളറിലുള്ളത്. അപ്പം എന്റെ മുണ്ട് പറിക്കുന്നത് മഴയും പെയ്യിച്ചു. എന്ത് രസാണ്, അടിപൊളി. അപ്പം നമുക്കിത് പറിക്കാലേ പറ്റേ. അപ്പം ഇതത് നല്ല റെഡ് ചാറ് കിട്ടും നമുക്ക്. വയലറ്റ് ചാറല്ലേ? റെഡ് വയലറ്റ് ചാറ് കിട്ടും. അപ്പം നമുക്ക് സത്യം പറഞ്ഞ ഒരു 3 എണ്ണം മതിയില്ലേ? 3 എണ്ണം ധാരാളമാണ്. അതിനകത്ത് മണ്ണുണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇത് കാട്ടിലൊരു ടൈപ്പ് മുറുകൂടി ഉണ്ട്. അതിന് നല്ല മണമാണ് കേട്ടോ. അതിനിപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുറുകൂടിയാണ്. ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പനിക്കൂർക്കന്റെ അതേ സാമ്യമാണ് അതിന്. നല്ല സ്മെല്ലാണ്. കാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ മണമാണ്. അതിനൊരു വയലറ്റ് പൂവാണ് ഉണ്ടാവുന്നത്. മോസ്റ്റ് മരുന്നാണ്. അപ്പൊ നമ്മളിത് ഈ കുളത്തില് മീനുകളൊക്കെ ഉണ്ട്.
എങ്കിലും നമ്മൾ നാച്ചുറൽ ആയിട്ട് വേണ്ടി പെരുമാറാൻ. മീനുകളെക്കാളും കൂടുതലുള്ളത് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ വാലുമാക്രികളാണ്. അതെ അതെ കേട്ടോ. ഞങ്ങൾ തവള സങ്കേതം ആക്കാൻ ശ്രമിക്കുവാണ്. തവള തന്നെ ശ്രമിച്ചാക്കുന്നുണ്ട്. നമ്മള് കഷ്ടപ്പെട്ട. നമ്മള് തമിഴ്നാട് പ്രോഗ്രാമിന് പോയപ്പോ എനിക്ക് പിന്നെ കുളം നോക്കാൻ ഇത്രയും നാളേക്ക് കുളം നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് മമ്മയൊന്നും കുളത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കുളത്തിൽ തവളകളൊന്നും മഴക്കാലമായപ്പോ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. തീറ്റ കൊടുക്കാൻ മാത്രം വരും. ഈ കർക്കിടകത്തിലെ മഴ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് റെഡിയാക്കാം. അതന്നെ. അപ്പൊ ഇതാ നമ്മുടെ സത്യം പറഞ്ഞ ഈ ഇല കഴുകാതെ വേണം ഇതിന്റെ ചാറെടുക്കാൻ. മണ്ണുള്ളതുകൊണ്ടാണ് നമ്മൾ കഴുകിട്ട് എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെള്ളം ആഡ് ചെയ്തിട്ട് ഒരിക്കലും നമ്മളിത് മുറിവിൽ വെക്കരുത്. തന്നെ ഇതാവാനാണ് പാടുള്ളൂ. ജസ്റ്റ് തുടയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഇന്നലെ രാത്രിക്ക് മഴയത്ത് ഞാനൊപ്പിയൊന്നുമില്ല. കണ്ട ടെൻഷനിൽ ഓടിപ്പോയിട്ട് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഓവർ ആവരുത് നമ്മളൊന്നിനും. അതായത് അയ്യോ ഇതിനകത്ത് ചെളി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ചെളി മണ്ണൊക്കെ തട്ടി വേണം നമ്മുടെ മുറിവ് ഉണങ്ങാൻ. അപ്പോൾ ഇത് അടുത്ത മഴയ്ക്കുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അതെ നമ്മുടെ ഇല നന്നായിട്ട് ഞെരടാൻ വേണ്ടി പോവാണ്. ഇനി ഞെരടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ അവിടെ പോയിട്ട് ഞെരടിയാ പോരെ? മതി. ഇതാ ഞെരടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഞെരടി നമ്മൾ അതിന്റെ ചാറ് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ചാറ് എടുത്തതിന്റെ ഇത് എവിഡൻസ് എന്റെ കൈനകത്തിന്റെ ഇടക്കൂടെ ഒക്കെ കാണാം. ഭയങ്കര കറയാണ്. അത് കഴിഞ്ഞ അവിടെ കൈ നമ്മൾ കഴുകണം. പക്ഷെ ഞാൻ പറയെങ്കിലും ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ. അതെങ്ങനെയാന്നല്ല, എന്റെ നഖത്തിന്റെ ഇടയ്ക്ക് കയറിയിരുന്നു. ഞാൻ വേഗം എന്റെ മേത്ത് പോകുന്നില്ലെങ്കിൽ നമ്മൾ സോപ്പിട്ട് അപ്പൊ തന്നെ നമ്മൾ സോപ്പിട്ട് കഴുകാം. സോപ്പിട്ട് കഴുകിയാൽ മതി. എന്നിട്ട് ഇതാ നമ്മൾ ഇനി ഇത് പൈങ്കിളിന്റെ കാലിലേക്ക് ഞെരടി വെക്കണം അല്ലേ. അപ്പൊ ഇവിടുന്ന് ഞെരടി കഴിഞ്ഞാൽ ചാറ് ലീക്കാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കാലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. ഇതെടുത്തോണ്ട് കഴിഞ്ഞിട്ട് എന്റെ ഗായ്സ് ഈ തുണീന്റെ ഒരു പാന്റ് അവിടെ ഇരിപ്പുണ്ട്. അത് എടുത്ത് മുറിക്കാനാണ് പറഞ്ഞത്. ഈ പൊട്ടൻ നോക്കി ഏതോ ഒരു നല്ല തുണീന്റെ പാന്റ് എടുത്ത്. ഇത് നല്ലതൊന്നല്ല. നിന്റെ ഗില്ലക്കാരൊക്കെ കേട്ടാൽ എന്തോരം നല്ല തുണിയാണ്. ഏതോ ടോപ്പ് മുറിച്ചു. കുറച്ച് കഴിയുമ്പോ അറിയാം ആറോ ഡ്രസ്സാണ്. അമ്മയായിരിക്കും വരുന്നത്. കയ്യില് അരിവാളായിട്ട് അമ്മ ഓണത്തിന് ചാണകം എടുക്കാൻ പോകുമ്പോ ഇട്ടില്ലൊരു ടോപ്പ്. അതാന്ന് പറഞ്ഞു മുറിച്ച. മീ കൂട്ടിലാണോ? അല്ലല്ല, മീനെ അയച്ചിട്ട് ആര് അറിയില്ല. മീ ഇറങ്ങി പോയിട്ടുണ്ടല്ലോ മുകളിലേക്ക്. മീ പോയി. നമ്മുടെ മുറുകൂടി ഇതാ. എടാ എന്റെ മടി വെക്കുന്നേ. കാണിക്കും മുറുകൂടി. ഇതാണ് നമ്മുടെ മുറുകൂടി കേട്ടോ. അപ്പൊ ഇത് അയ്യോ പറയണ്ട ഇനി ഒന്നുമില്ല. കൂടുതൽ ഞാൻ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഗുണം പോകും. ചെളിയൊക്കെ ഉണ്ട്, നോക്കണ്ട. ഉപ്പൂറ്റിയിലുണ്ട്. കലിയാണ് ഞാൻ. നീ ഇങ്ങോട്ട് നീങ്ങി വാ. എനിക്ക് പങ്കന്റെ എക്സ്പ്രഷൻസ് എടുത്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നീറലില്ലല്ലോ, പിന്നെ നീ ടെൻഷൻ തലയാണോ? അതാ നിന്റെ ചെരുപ്പിലാ വെച്ചേക്കുന്നേ. എന്റെ ദൈവം തിന്ന്. അതേപോലത്തെ രണ്ട് ചെരുപ്പും ഉണ്ട് രണ്ടുപേർക്കും. ആരെയാണ് അപ്പളേ പറഞ്ഞാണോ രണ്ടും ഒരേപോലെ ആയിരിക്കും? നിങ്ങൾക്ക് രണ്ടിനെ ചേരുന്നല്ലേ എടുക്കാൻ പറഞ്ഞത്. കണ്ടോ നിങ്ങൾ കാണാം. അപ്പൊ അങ്ങനെ കിട്ടണ്ട. മോണലോവേ കിട്ടണ്ടത്. മോഹലാവേ. അയ്യോ അത്ര ഒന്നുമില്ലേ? മുഖം കാണില്ലടാ എന്റെ പങ്ങന്റെ. മുഖം കാരണം ഈ പന്നിമൂക്ക് മൂടിയിരിക്കുക. എന്നെ കളിയാക്കാത്ത പറഞ്ഞതൊന്നുമില്ല ഈ കാലം. എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ചട്ടിമുഖാണ്, ഉണ്ടമൂക്കാണ്, പന്നിമൂക്കാണ്. സ്വന്തം പറയുന്നതാണ്. സ്വന്തം ഉണ്ടമൂക്കുന്ന ചട്ടിമൂക്കുന്നൊക്കെ എന്നെ പറയില്ല കൊച്ച്. ഇനിയുണ്ടല്ലോ, ഇനി വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു. യുദ്ധം ചെയ്യാൻ തന്നതും പോരാ, വായടച്ചോണ്ടിരുന്നോട്ടോ. അല്ല, കാലിന്റെ വിഷ്വൽസ് ഞാനിപ്പോൾ എടുക്കാൻ ഓർത്തു. ഒരു ക്യാമറാമാന്റെ കണ്ണിൽ പതിയണമല്ലോ. ആലോലമാം കുഞ്ഞു വിരലുകൾ, നീല വിരലുകൾ. വാ എന്തോ അമ്മേ, മുറിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ഗെയിമില്ലേ ഇങ്ങനത്തെ? ചൈസൽ അറിയില്ലേ ഗൈസ്? കാർപ്പൻട്രിയിൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് നമ്മളിങ്ങനെ
എന്റെ ദൈവമേ, വെറുതെ അമ്മ പറഞ്ഞത്. ദുഷ്ടനെ ചിരിക്കുന്നച്ചിരി. അതെ, കാല് നീട്ടി വെച്ചിരുന്നിട്ട് ചിരിക്കുകയാണ്. അമ്മേ, ഇതുകൊണ്ടാണ് ചിരിക്കായിരിക്കും. കയ്യിൽ പറഞ്ഞല്ലേ. നോക്കട്ടെ നോക്കട്ടെ. അയ്യോ, അത് കണ്ടില്ല, ജസ്റ്റ് മിസ്. എടാ, ഞാനാണ് നിന്റെ മുറിവ് തിന്നാനല്ല വന്നത്. എനിക്ക് പേടിയാ, അടുത്ത് തന്നെ വരുന്ന പേടിയാ. ആണോ? തന്നെ കെട്ടടാ. മുമ്പിലേക്ക് ഇച്ചിരി കാലം കാണിച്ചേ. ആ ബാക്കിലത്തെ കാലം കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കട്ടെ. ഒന്നും ഞാൻ ചെയ്യില്ലെന്നേ. ആശുപത്രി പോയി എന്താ സംഭവിക്കാന്നറിയോ? പിടിച്ചു വെച്ച് 2 സ്റ്റിച്ച് ഇടും. അപ്പൊ നീ എന്ത് ചെയ്യും? പാ പൊളിച്ചിരിക്കുവോ? എടാ, പറിക്കുന്നില്ലെന്നേ. നിന്റെ തലയെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ കാണിക്കിങ്ങോട്ട്. മുറിവില് മുറിവ് കൂടി വെക്കണ്ടേ? ഇറങ്ങിപ്പോ. അതാ പോകുന്നു. പോ ഗൈസ്. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ അത് എനിക്ക് തരത്തില്ലായിരുന്നു ആ മുറിവ്. അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ എനിക്ക് തിടി കിട്ടും, അത് വരാനുള്ള വഴി തങ്ങില്ല. എന്റെ ആഗ്രഹം വരാനുള്ള വഴി തങ്ങില്ല, അത് വരണ്ടവർക്ക് ഉറപ്പായിട്ടും ദുഃഖിക്കാൻ വേണ്ട. ഈ രണ്ടും അമ്മ ഒരുമിച്ച് പറയാറുണ്ട്. പക്ഷെ ഇത് നടന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസിഡന്റ് ആയി. പങ്ങം പോവലും ഞാൻ അടയ്ക്കലും. പൈങ്കിളിന്റെ കാലവിടെ വെച്ചോണ്ടിരുന്നതാണ് പണിയായത്. കാലവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാം. നന്നായി മനുഷ്യന്മാർക്ക് ഒരു 10 കാലില്ലാതിരുന്നത്. പോകുന്ന വഴിക്ക് കാല് വെച്ചോണ്ട് നടന്നേനെ. പൈങ്കിളി, എടാ, നീ കോനാകൃതി കാണിക്കല്ലേ. വാ പങ്ക, ആ മുറിവ് കെട്ടിട്ട് പോയാ മതി. ഇങ്ങോട്ട് വാ. ഇല്ലില്ല, അത് പറിക്കുന്നില്ലല്ലോ. എന്റെ ചോര അതല്ലോ പോസിറ്റീവ്. ഇവിടെ വന്ന് നിക്ക് കൊച്ചേ. എനിക്ക് ആ ചോര ഇങ്ങനെ നക്കി കുടിക്കാൻ തോന്നി. അയ്യോ, തന്നെ ഡ്രാക്കുളയാണോ യക്ഷിയാണോ? ഇത് കണ്ടോ, പണ്ടൊക്കെ ചോര കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. നോക്കട്ടെ. ഞാനുള്ള കാരണം ആ മുറിവൊന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. മുറിവ് എല്ലാരും ഒന്ന് കാണട്ടെ. സൂമ വന്ന് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. സൂമ വന്നാലും ഇത് കണ്ടോ ഗൈസ്, ഇതാണ് കറക്റ്റ്. ഇതാ മുറിവ് കണ്ടോ? എന്റെ ദൈവമേ, ഒരു കഷ്യം വരാലോ. ഈ കേക്കിന്റെ ഒക്കെ മുകളിൽ ഡിസൈൻ ആയിട്ട് അവര് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ വെക്കില്ലേ? നോക്കട്ടെ, തോല് നല്ല ആളുണ്ട് ഗൈസ്. തോല കത്രിക എടുത്ത് ഈ മുകളിലത്തെ ഭാഗം മുറിച്ചാലോ നമുക്ക്? അയ്യോ, വേണ്ട വേണ്ട കുഞ്ഞാറ്റി. ഇവിടെ നീ മരം ഞാൻ വേണേ പറിക്കും. ഭീമാ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പറിക്കണം. കണ്ടോ ഗൈസ്, ഇത് ഞായറാഴ്ച അല്ലേ വണ്ടി പോകുന്ന ഗ്യാസ്. ചൊവ്വാഴ്ച ഇല്ല. കാലമാടൻ എന്താ പ്രശ്നം? ഇതാ ഈ മുറിവ് കെട്ടിക്ക് വേറെ കാര്യങ്ങളെ ശ്രദ്ധ പോകണ്ട. ശരിയില്ല. സ്പ്രിങ്ങോ? ഇല്ല, ചില ഒരു ടൈപ്പ് പാസ്ത ഇല്ലേ, അത് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നല്ലേ? സത്യം കഴിച്ചു വർണ്ണിക്കാനാണ് ഒരുപാടുണ്ട്. എടാ, മുറിച്ചു കഴിഞ്ഞാലോ? വേണ്ടല്ലോ. വേണ്ട, മുറിക്കില്ല. ഭയങ്കര ചോര തിന്നണം. തല എങ്ങനെയാക്കി തിന്നോ, അതായിരിക്കും നല്ലത്. ഓക്കെ, അതിനപ്പം നമുക്ക് മൂടി വെക്കാം അല്ലേ? ഇത് എന്റെ കയ്യിലിരുന്ന് വേർക്കുവാണ്. അതെ, അപ്പൊ നമുക്കിനി ഇത് ഞെരടാട്ടോ. ഞെരടാൻ പോകുന്ന എറിയുവാ. അതെ, ഇന്നാള് നമ്മള് സിലിണ്ടറിന്റെ അടുത്ത് പോയപ്പോ ചോദിക്കുക ബുക്കുണ്ടോന്ന്. ബുക്കില്ലാതെ ആരെങ്കിലും ഒന്ന് വാങ്ങാൻ പോവോ? അത് കഴിഞ്ഞപ്പോ പറയാ, അത് കഴിഞ്ഞപ്പോ എന്തോ ഒരു വട്ടും കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്തോ ഒരു വട്ടും പറഞ്ഞായിരുന്നു. ഗ്യാസും അല്ലേ അവിടെ തലേ. ഇനി നമ്മൾ ഗ്യാസും കൂടി എടുക്കുമ്പോ വീഡിയോ എടുക്കാം. അപ്പൊ അവര് പറഞ്ഞു പൊട്ടത്തരം ചോദിക്കുക. എന്നിട്ട് കുറ്റിയുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കാനാണ്. വേനൽ സമയത്താണ് നമ്മളിത് പറിക്കുന്നെങ്കിൽ ഇതിന് നല്ല റെഡ് കളർ വരും. മഴക്കാലത്ത് നമ്മളിത് പറിക്കുന്നോണ്ടാണ് ഇതിന് ഈ ഒരു കളർ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ചാറ് ഈസ് വെരി പ്രീഷ്യസ് ആണ്. അത്രയ്ക്കും ഗുണമുള്ള ഈ പുല്ല്. എടാ, ഞാൻ ഒഴിക്കുമ്പോ നീറിലെല്ലാം പുതിയ ഭാഷകളൊക്കെ കാണിക്കേ നമ്മ കാണിക്കേ നുമ്മു ഇച്ചിപ്പാ കൊച്ചിക്കല കസബു. തെറ്റോ? തെറ്റിയത് പറഞ്ഞാ കൂടും. എവിടെ ഞാനിപ്പോ എടുക്കണ്ടേ? ഇവിടെ എടുക്കണോ? അവിടെ എടുക്കണം. ഒരു കാര്യം കണ്ടേ, ഇത്രയും ഭാഗത്തില്ല. ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ കൈ ഇറക്കി. എടാ, നീ ഇങ്ങനെ കോണാകൃതികൾ കൈ ഇറക്കിയാൽ ചിലപ്പോ എല്ലി കൊണ്ട് കൈ. ഞാൻ ഇത് ഒഴിച്ചാ ഭയങ്കര കുഴപ്പം. അങ്ങനെ അതിന്റെ ഉള്ളിൽ എല്ല് കിള്ളിരുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒഴിക്കാൻ പോട്ടെ.
നമ്മുടെ ചാറ് വന്നിട്ടുണ്ട്. ഇതാ കാണുന്നുണ്ടോ ചാറ്? ഇതാ ബബ ബുംബ സിംബാ സിംബേനെ എന്തിനാരും വിളിക്കുന്നത്? ഓക്കെ സബേ അതിൽ ശരിയാ സഭയൊന്നുമില്ല. അതില്ലേ അതിന്റെ പരിസരത്തായിരുന്നല്ലോ വേദന, ഉള്ളിലൊന്നും വേദന ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ ഞാൻ വെക്കാമേ, എന്തിനാ വെറുതെ എന്നെ വേദനിപ്പിക്കുന്ന, എത്ര വേദനിപ്പിച്ച പോലെ. സലീംകുമാർ എന്താണ് ഇത്ര പിശുക്ക് ഇതിന്? എടാ നിന്റെ കുഞ്ഞുമുറിവിന് അത് മതി. അരെ 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 സ്പ്രിങ് അടപ്പടച്ചു വെക്ക്. സ്പ്രിങ് ഒരു കെട്ടിൽ കുഞ്ഞാച്ചി ഇനി കെട്ടുമ്പോ വേദനിപ്പിച്ചാൽ ഞാൻ ആള് മാറും. ആള് മാറിയാൽ പിന്നെ പണി കിട്ടും, പിടിച്ചാ കിട്ടില്ല. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ എന്നൊരു കാര്യം കൊച്ചി ഇങ്ങനെ നടന്നു. നിലത്തേടി പോകും കളിക്കാൻ. നടക്കുന്ന നല്ലത്. എന്റെ ദൈവമേ കയ്യിലത് കിട്ടണ്ട. എന്നെ പിടിച്ചു ഞാൻ ചേച്ചി ഇവിടെ ഇരിക്കണം. ചുണ്ട് നേരെ വെച്ചിട്ട് നിക്ക്. ഇനി വായ അടച്ച് മിണ്ടാതെ വരുന്നോണേ. പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ട ഒരു വായില്. വേണ്ട സൂപ്പർ കുഞ്ഞേറ്റി പട്ടീന്ന് വിളിച്ചു. അത്രയ്ക്ക് എടുത്താ മുറുകൂടി ഉണ്ടല്ലേ അത് മുറിവിലേക്ക് പോയിട്ട് വാതിലിന്റെ അടി വെച്ച് പോരുത്. ഇനിയുണ്ടല്ലോ നീട്ടി വെക്കല്ല, അങ്ങനെ തന്നെ ബാക്കി വെച്ചിട്ട് പോയി കാല് തലേ കയറ്റി വെക്കണം. അശ്വതീന്റെ അമ്മ പറഞ്ഞ പോലെ. എടാ ഗൈസ്, ഉണ്ടക്കാലാണെ കുഴപ്പമില്ല, നീളംകാലിൽ എന്ത് ചെയ്യാനാ? ദൈവമേ കാലിന് വെട്ടി പറയുന്നു. അത് പറയാം. എപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചേ? അതെ, ഇവിടുത്തെ ഡോക്ടർ ആരാന്നറിയാലോ? ഡോക്ടർ ആവാറുണ്ട്, മനുഷ്യരുടെ ഡോക്ടർ ആവാറുണ്ട്. നല്ല പണിയും തരും. അതെ, അത് കയ്യിലിരിപ്പ് കാരണം കണ്ടിട്ടില്ല. അതിൽ കൈക്കൂലി കൊടുത്ത് പല അസുഖങ്ങളും പറയിപ്പിക്കുന്ന ഡോക്ടറെ കൊണ്ട്. അതേപോലെ ഡോക്ടർക്ക് തോന്നുന്ന ഡോക്ടർ ചെയ്യുന്നതാണ്. ഇത് മുമ്പത്തെ തുണിയല്ലേ? അയ്യോ, ഞാൻ മൂവ്മെന്റ് എടുത്തില്ല. അടങ്ങിയിരിക്കട്ടോ. കൈവിട് കൈവിട് കൈവിട്. ഹോസ്പിറ്റലിൽ പോയപ്പോ നീ എന്ത് ചെയ്യൂടാ? ആ വാർഡ് പൊട്ടിക്കുവോ? വാർഡ് പൊട്ടിക്കും, എല്ലാരെയും കൊല്ലുകയും ചെയ്യും. ആ, ഇതൊന്നും ഒരു വേദന അല്ല. പൂമ്പാറ്റയുണ്ട് കേട്ടോ കൊച്ചിന് കൂട്ടായിട്ട്. തുമ്പിയാ. ആ, എന്ത് രസം. അയ്യോ, ഒരു മിനിറ്റ് മച്ചി. ഇത് അലറി കഴിഞ്ഞിട്ടുണ്ട്, അലറി. ദൈവമേ, എനിക്ക് 2 ചെവി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ദൈവമേ, അത് തന്നെ, അത് നിങ്ങൾ പറ. നിങ്ങളാണെ കാണിക്കൂ? ഇല്ലല്ലോ. ഞാനാണെ ആരോടും പറയാൻ നിൽക്കൊന്നുമില്ല, എനിക്കറിയാം. എനിക്ക് വേദന ഉണ്ടല്ലോ, ഞാൻ സഹിച്ചിട്ട് കാണിക്കും. ഇപ്പൊ എല്ലാവർക്കും പറയാം, ഒരു വരുമ്പോ അറിയാം എല്ലാരും. ചൂട്ടി നിനക്ക് നാണില്ലടാ? ഒരു കുഞ്ഞുമുറിവ് കാല് വരുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ തളരാൻ. അതൊക്കെ അയ്യോ, എന്റെ കാല് നോക്കി ചെറിയായി ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മുടെ പങ്ങന്റെ കാലിലെ മുറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള മുറിവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
2-3 സ്റ്റിച്ച് 2 മുറിവാണ് കറക്റ്റ് ആയിട്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ മങ്ക? യാ, ആ മുറിവാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള അത്രയും നാച്ചുറൽ ആയിട്ടുള്ള മുറികൂടിയും കൊണ്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ഇതിന്റെ അപ്ഡേഷൻ നമ്മൾ എന്തായാലും പറയും. യെസ്, അപ്പൊ നമ്മൾ ഇതിന്റെ അപ്ഡേഷൻ ഉറപ്പായിട്ടും 2-3 ഡേയ്സ് കഴിയുമ്പോ നമുക്ക് നോക്കാം. അതന്നെ, അത്രയ്ക്കും വലിയ നിങ്ങൾക്ക് ആ മുറിവ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്രമാത്രം ഭീകരമായിട്ടുള്ള മുറിവാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു മുറികൂടി കൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്താവാനാണ്. പക്ഷേ ഇതിലപ്പുറം മുറിവുകൾ വന്നിട്ട് ഉണങ്ങിയ ചരിത്രമുള്ളതാ. എന്താ പറയാ, നമ്മുടെ ഇവിടെ പട്ടികളൊക്കെ ഓരോരുത്തർ ഉപദ്രവിക്കുമ്പം ഇങ്ങനെ എന്താ കമ്പിയില്ലേ, കമ്പി വന്നിട്ട് ഇവരിങ്ങനെ കുത്തും ഇവിടെ തലേന്റെ ഇവിടെ അല്ലെ വെട്ടിവിടുക. അത് വെട്ടലൊക്കെ ശരിക്കും ഇതുപോലെ തന്നെ കേട്ടോ മുറിവുണ്ടാവുക. പക്ഷെ നമ്മുടെ ബില്ലു എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഉണ്ടായിരുന്നു, അവന്റെ ഈ കണ്ണിന്റെ ഇവിടെ തലേന്റെ മുകളിലൊക്കെ ഒരു വലിയൊരു കിണറായിരുന്നു. എന്നിട്ട് ആ കിണറിന്റെ ഉള്ളിൽ ഈ മരുന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ വിരള് വലിപ്പത്തിൽ ഞാൻ മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള മുറിവ് വരെ കൂടിപ്പോയ ചരിത്രം ഉള്ളപ്പോഴാണോ ഈ ഒരു ചൂട്ടി മുറിവ്? എന്റെ കാലിലുണ്ട്. വെരി സിമ്പിൾ ആണ്. ഈ വാറ്റിന്റെ കാല് മിക്കവാറും വെട്ടി തലയിൽ വെക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അറിയോ, ഒറ്റയാണെന്ന് അറിയത്തില്ല. എന്റെ കാഴ്ച അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ പങ്കന്റെ കാല് നടക്കാതെ ഇരിക്കില്ല കേട്ടോ, നടക്കണേ. ഇങ്ങോട്ട് നിക്ക്. എസ്പെഷ്യലി മുറിവ് ഇങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ ഒക്കി നടക്കുമ്പോ നമുക്ക് എല്ലി തട്ടാവാത്ത നല്ല ആഴത്തിലേക്കാണ്. അതിപ്പോ ചോര മുഴുവനും കൂടിയിട്ട് ഈ മുറുകൂടി ഇപ്പൊ അങ്ങോട്ട് പ്രസ്സായിട്ട് മുറുകൂടി മുഴുവൻ ആ ഫ്ലഷിന്റെ ഉള്ളിലായി പോയി. അതാണ് ഭയങ്കര പീന. പക്ഷെ അവിടെ ആവണം, എങ്കിലാണ് അത് വേഗം ഉണങ്ങുള്ളൂ. മുറിവെണ്ണ ആയിക്കണോ? മുറിവെണ്ണ ഉണ്ട് കൈസ്, അത് ഇച്ചിരി ചൂടാക്കിയിട്ട് നമുക്ക് ആ പരിസരത്തൊക്കെ, കാരണം പരിസരത്തൊക്കെ ഭയങ്കര പെയിനായിരിക്കും, നീരുണ്ട് അവിടെ, നീരുണ്ട്. ഇതിലപ്പുറം എനിക്ക് വന്നിട്ടുള്ളതാ. അപ്പൊ ഇതൊന്നും അല്ല, കുഴപ്പമില്ല. നമ്മള് ഇത് മറ്റേ പാമ്പേഴ്സിന്റെ അപ്പം സല എടാ, ഇതൊന്നും ഒരു വേദനയല്ല, മനസ്സിലായോ? ഇതിലപ്പുറം വേദനകൾ നമ്മൾ ഇനി അനുഭവിക്കാനുള്ളതാണെന്ന് ഓർത്താ മതി. മനസ്സിലായല്ലോ? BR03 ആയി. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് പങ്കന്റെ കൊച്ചിന്റെ ഞാൻ ആ മുറിവിനിട്ടൊരു ചവിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും അറിയണോ? അപ്പൊ പങ്കന്റെ എന്താ പറയാ മോസ്റ്റ് മുറിവ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മള് ഒന്നും നന്നായി കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ് മുറിവ് നമ്മള് നന്നായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ആക്കാതെ കുറച്ച് ഇന്നൊരു ഡേ ഫുള്ളും ഫൈനലി റെസ്റ്റ് ചെയ്യാം. നന്നായിട്ട് എടാ ഇതായി 2 ചെവി നീ എടുത്തോ, അതാ നല്ലത്, എനിക്ക് വേണ്ട. ഇതായിരിക്കും. അപ്പൊ എന്താ പറയാ, നന്നായിട്ട് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും കയ്യിലിരിപ്പം നന്നാക്കിയില്ലെങ്കിൽ ഇതിലപ്പുറം ഉള്ളത് കിട്ടും. ഓക്കെ, അഹങ്കാരം കുറയ്ക്കുക. എന്തായാലും വെരിക്കോസ് വെയിൻ ചോദിച്ചതാ, ദൈവം മൊത്തത്തില് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഗൈസ് ഇത്രേ ഉള്ളൂ. ഈ കാലമാടന്റെ കാല ഡ്രസ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. പാവം കൊച്ച്. ഓം നമ ശിവായ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്താക്കണം, കുറച്ച് മുറുകൂടിയും ഇനി കൊച്ചിന് കുറച്ച് കഞ്ഞിയൊക്കെ അണ്ണാക്കിലേക്ക് തിരികട്ടെ. ശരി, അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.